മുൻ കേരള ക്യാപ്റ്റൻ സോണി ചെറുവത്തൂർ ചേരുന്നുണ്ട്. സോണി, ഇപ്പോൾ അതിനിർണായകമായ ലീഡ് കേരളം നേടി. ഇതാണ് ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏതാണ്ട് 60-68 ഓവർ ബാക്കിയുണ്ട്. എങ്കിലും നമുക്ക് എന്തെങ്കിലും ആശങ്കയ്ക്ക് ഇനി സ്ഥാനമുണ്ടോ? ഇനി യാതൊരു ആശങ്കയ്ക്ക് ഇതില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ആഘോഷിക്കാനുള്ള സമയമായിരിക്കുന്നത്. കാരണം അവസാന ദിനമാണ്, കുറച്ച് ഓവറുകൾ കൂടി മാത്രമാണ് ബാക്കിയുണ്ടാകുക. നമ്മുടെ ആത്മവിശ്വാസം അത്രത്തോളം ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇനിയൊരു നിരക്കലിനും ഇനി ഇത്ര ഒരു ടെൻഷനിലും നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ 25-ന് ഫൈനലിൽ ഇറങ്ങും കേരളം, യാതൊരു സംശയവുമില്ല. അത് ഇറങ്ങുകയും അത് ജയിക്കാനും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷയോടെ. കാരണം ഇത്രത്തോളം നോക്കുക, 2 നോക്കൌട്ട് മത്സരങ്ങളിലെ നമ്മുടെ പ്രകടനം നോക്കുക. നമ്മുടെ ഇൻഡിവിജ്വൽ പ്രകടനങ്ങളുണ്ടായിരുന്നു. അസറുദ്ദീനെയും സൽമാൻ നിസാനെയും പോലുള്ള നിതീഷിനെ പോലുള്ള താരങ്ങളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ടീം എഫേർട്ടാണ്. ക്യാപ്റ്റൻ സച്ചിൻ പൈക്കിക്കൊപ്പം നിന്നുകൊണ്ട് അവസാന നിമിഷം വരെ പോരാടാൻ കാണിച്ച ആ ഒരു ധൈര്യം, എനിക്ക് തോന്നുന്നു അവരുടെ സ്വന്തം നാട്ടിൽ പോയിട്ട് ഇത്തരത്തിലുള്ളൊരു പോരാട്ട വീര്യം കാഴ്ചവെക്കുക. എല്ലാ സെഷനും നമുക്ക് വീഴ്ച കയറാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഒരൊറ്റ സമയത്ത് പോലും മത്സരത്തിൽ നിന്ന് മാറിപ്പോകാതെ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ച ഇന്ത്യൻ ടീമിന്റെ ഒരു ക്യാരക്ടർ ഒരുപക്ഷെ ഫൈനലില് വിദർഭയാണോ മുംബൈ ആണോ എന്നറിയില്ല. പക്ഷെ ആരാണെങ്കിലും അവര് ഭയത്തോടു കൂടി മാത്രമേ വരുള്ളൂ.